കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണ്, ഓഗസ്റ്റ് 15. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ അവിടെയുള്ള ഭരണാധികാരിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രസംഗമാണ് പാകിസ്ഥാനിൽ നടത്തിയത്. ഇന്ത്യയെ മുച്ചൂട് മുടിക്കും, ഇൻഡസ് വാലി ട്രീറ്റി, അതായത് സിന്ധു നദീജല കരാർ ഇത് പുതുക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത് സിന്ധു നദീജലം തന്നില്ലെങ്കിൽ അതൊരു ചുവപ്പ് രേഖയാണ്, ഇന്ത്യയെ തീർത്തുകളയും എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ഗീർവാണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. പോരാത്തതിന് ചൈന അതേസമയം ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകുന്നത് പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിച്ചേക്കാം എന്നുള്ള രീതിയിൽ പല റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളുടെ എല്ലാം തന്നെ ഒരു വൈബ്, അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകളുടെ എല്ലാം തന്നെ ഒരു ഓളം അവസാനിച്ചിരിക്കുകയാണ്. അതായത് എങ്ങനെയാണത് അവസാനിച്ചത്? നമ്മുടെ രാജ്യത്തെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ അദ്ദേഹം വാ തുറന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ വാക്ക് മാത്രമാണ് പാകിസ്ഥാനെ പിന്നോട്ടടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ സഹിഷ്ണുതയെ ബലഹീനതയായി തെറ്റിദ്ധരിക്കരുത് എന്നാണ് അജിത് ഡോവൽ പറഞ്ഞിരിക്കുന്നത്. ശത്രു രാജ്യങ്ങൾക്ക് NSA അജിത് ഡോവലിൻ്റെ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ ദുർബലമല്ല, ഇന്ത്യ സഹിഷ്ണുത കാണിക്കുകയാണ്. നമുക്ക് സാഹസങ്ങൾ ഏറ്റെടുക്കാനും സഭയിൽ കയറി ശക്തമായി ആക്രമിക്കാനും കഴിയും. നമ്മുടെ സഹിഷ്ണുതയെ ബലഹീനതയായി തെറ്റിദ്ധരിക്കരുത്, അത് ആർക്കും നല്ലതായിരിക്കില്ല എന്നാണ് അജിത് ഡോവൽ പറഞ്ഞത്. വളരെ ചെറിയ വാക്കുകളാണ്, പക്ഷേ വളരെ ഡീപ്പായിട്ടുള്ള അർത്ഥങ്ങൾ ഈ വാക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഓഗസ്റ്റ് 15 മുമ്പ് നൽകിയ അഭിമുഖത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഈ വ്യക്തമായ സന്ദേശം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ 86 മണിക്കൂർ സൈനിക നടപടിക്ക് പിന്നിലെ തന്ത്രത്തെയും തീരുമാനമെടുക്കൽ പ്രക്രിയയും കുറിച്ച് അദ്ദേഹം വിശദമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തെയും ലക്ഷ്യം എന്നാണ് അജിത് ഡോവൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.